അപ്പോൾ ഇവിടെ ഇങ്ങനെ മേളവും ആഘോഷവും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടുകാരായ കുറേ ചേട്ടന്മാർ നമ്മളോട് കൂടുന്നുണ്ട്. അപ്പോൾ അതെ ഇവരൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഉത്സവത്തിന്റെ ഒക്കെ കമ്മിറ്റിക്കാരും ഒക്കെയാണ്. അപ്പൊ ഉത്സവത്തിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് ആവേശം കൂടെ കൊട്ടിക്കയറുന്നുണ്ടോ? എല്ലാം കൊട്ടിക്കയറുന്നുണ്ട്. ഞങ്ങൾ ഉത്സവത്തിനോട് ഉത്സവത്തിന് ഇലക്ഷനും ഞങ്ങൾ അതുപോലെ ആഘോഷിക്കുകയാണ്. ഇവിടുത്തെ മേളമൊക്കെ പോലെ തന്നെ ഉത്സവം പോലെ ആഘോഷിക്കും. ഞങ്ങൾ പ്രതാപൻ ചേട്ടനെ വിജയിപ്പിച്ച് പ്രതാപൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്തവണ വിജയിക്കും. തീർച്ചയായിട്ടും. കാരണം എന്താ പ്രതീക്ഷ? കാരണം BJP തന്നെ ഇനി വരണം. വേറെ ഒരു പാർട്ടിയും വേണ്ട ഇവിടെ. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, കലാചന്ദ്രൻ അല്ലേ? കലാചന്ദ്രൻ എന്താണ് ഒരു അഭിപ്രായം? എന്താ മൊത്തത്തിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം എനിക്ക് വയസ്സ് 57 കഴിഞ്ഞു. ഇത്രയും വർഷവും ഇടതും വലതുമാണ് ഭരിച്ചത്. എന്തോ പ്രയോജനം ഉണ്ടായത്? രണ്ടു കൂട്ടരും അവർ പറയുന്നുണ്ട് ഞങ്ങൾ വികസനം വികസനം വികസനം. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ വലിയ വികസിച്ചു. പിണറായിയുടെ കുടുംബം വികസിച്ചു, ബാക്കിയുള്ള മന്ത്രിമാരുടെ എല്ലാം കുടുംബം വികസിച്ചു. സാധാരണക്കാർക്ക് എന്ത് കിട്ടി? ഇപ്പോഴും ഞങ്ങളുടെ ഈ പഞ്ചായത്തില്, ഈ പള്ളിക്ക പഞ്ചായത്തിൽ പോലും ഒരു കിടക്കാട് ഇല്ലാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്. കുടിവെള്ളം കിട്ടുന്നില്ല. മാറ്റം വരണം, മാറാൻ ഒരുപാട് സംശയം എന്താ മാറണം. ഇവിടെ BJP പ്രവർത്തകർ ഇവരെല്ലാവരും മാറ്റത്തിനായിട്ട് മുറവിളി കൂട്ടുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഒരു ചിറ്റയം കുമാർ എന്ന് പറഞ്ഞ MLA ആണ് ഇവിടെ ഭരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. ഈ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ന് ഞാൻ 18,000 ലിറ്റർ ജലമാണ് ഈ പള്ളിക്കൽ പഞ്ചായത്തിൽ പല മേഖലയിലായിട്ട് കുടിവെള്ള പ്രശ്നം പള്ളിക്കലുണ്ട്. കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു MLA ആണ് അവിടെ ഉള്ളത്. അത് CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുള്ളൊരു പഞ്ചായത്താണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. ആ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെയായും ജലജീവൻ പദ്ധതി, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ഇവിടെ ഈ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. അതേപോലെ തന്നെ ഇവിടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ 7 സീറ്റോളം ഭാരതീയ ജനതാ പാർട്ടി. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്തിലെ ഭാരവാഹികളൊക്കെയാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് ഇവിടെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്.